അന്നേരം തന്നെ എന്നെ വിലങ്ങ് വെച്ച് അപ്പോൾ ഡ്രസ്സ് തിരിച്ചു വന്നു, ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് എന്നെ വിലങ്ങ് വെച്ച് തിരുവമ്പാടി അങ്ങാടിയിലൂടെ നേരെ പോലീസ് കോഴിക്കോട് കൺട്രോൾ റൂമിലേക്ക് എത്തിക്കുന്നു. ഞാൻ കൺട്രോൾ റൂമിൽ എത്തുമ്പം ഒരു ബോർഡ് കണ്ടു, ചാക്കോ DYSP സ്പെഷ്യൽ ബ്രാഞ്ച്. അയാളുടെ മുമ്പിലാണ് ഹാജരാക്കുന്നത്. അയാൾ മാനമായിട്ട് പെരുമാറി. എവിടെയാണ് വീരേന്ദ്രകുമാറും അബൂ സാഹിബും ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അന്ന് അവിടെ കൊണ്ട് ഇരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മണി ഏതാണ്ട് ഉച്ചയോടുകൂടിയായി. ഈ മർദ്ദനത്തിന് പരിക്കോട് ഞാൻ ആകെ വിവസനുമായി. പിറ്റേ ദിവസം 11 മണിയായി. അപ്പോഴാണ് നമ്മുടെ ശങ്കരൻകുട്ടിയെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ടിക്കറ്റിങ്ങിൻ്റെ പേരിൽ DER പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തെ DERൻ്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് ഇറക്കി വിട്ടതുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെയും പിടിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ എനിക്കൊരു സഹായമായി ശങ്കരൻകുട്ടി. അങ്ങനെ അർദ്ധരാത്രി ഏതാണ്ട് പാതിരാ നേരമായി പോലീസുകാർ എന്നെയും ശങ്കരൻകുട്ടിയെയും വിളിച്ചുണർത്തി. നേരെ ഇറങ്ങി ഞങ്ങളുടെ കണ്ണുകൾ മൂടിക്കെട്ടി, മുഖം മൂടിക്കെട്ടി ഒരു ജീപ്പിൽ കയറ്റി ഞങ്ങളെ കൊണ്ടുപോയി. ഏതാണ്ട് പെരും മഴ, ഓരിച്ചൊരുന്ന മഴയാണ്. ഏതാണ്ട് അരമണിക്കൂറോളം വണ്ടി ഓടിക്കാണും. ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു വാതിൽ തുറന്ന് ഞങ്ങളെ ഒരു കെട്ടിടത്തിലേക്ക് കയറ്റുന്നു. അവിടെ കയറി വാതിൽ തുറന്നു. എന്നെ ഒരു മുറിയിലാക്കുന്നു. ശങ്കരൻകുട്ടിയെ കാണാനില്ല. ഞാൻ ഒറ്റയ്ക്കാവുന്നു. പോകാൻ നേരത്ത് പോലീസ് എൻ്റെ ഡ്രസ്സ് അഴിച്ചു മാറ്റുകയും വെറും ട്രൗസർ മാത്രം എടുത്തിരിക്കുകയും കണ്ണുകൾ മൂടി വഹിച്ചു. അങ്ങനെ ഒറ്റയ്ക്ക് ഏകാന്തനായി ഞാനൊരു മുറിയിൽ. ആ മുറിയിലെ പാദം മൂടി വെള്ളമുണ്ട്. സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പാതിരാ നേരം, പെരും മഴ. ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശങ്കരൻകുട്ടി വിളിക്കുന്നു, മാനുവലേ നീ ഉണ്ടോ എന്ന്. നോക്കുമ്പോൾ അടുത്ത മുറി ശങ്കരൻകുട്ടിയും എൻ്റെ മാതിരി അവസ്ഥയിലുണ്ട്. അങ്ങനെ പരസ്പരം മിണ്ടുന്നതിന് ഒച്ചത്തിൽ പറഞ്ഞാൽ കേൾക്കുന്നതിനുള്ള അവസരം ഉണ്ടായി. ഈ സ്ഥലം എവിടെയാണെന്ന് ഞങ്ങൾക്ക് യാതൊരു പിടിയില്ല. അർദ്ധരാത്രിയും കഴിഞ്ഞു, നേരം വെളുത്തു. ലൈറ്റ് പുറത്തുകൂടെ വണ്ടി പോകുന്ന ലൈറ്റ് കാണുമ്പോൾ മാത്രമാണ് ഇത് പകലാണ് തന്നെ അറിയുന്നത്. അങ്ങനത്തൊരു മുറി. അങ്ങനെ അന്ന് കഴിഞ്ഞു. സ്ഥലം അറിഞ്ഞുകൂടാ, ഞങ്ങൾ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്ത അവസ്ഥ. ഞങ്ങൾക്കും അറിഞ്ഞുകൂടാ ഞങ്ങൾ എവിടെയാണ് എന്ന്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. ഒരാളെ കെട്ടിടം തുറന്ന് വരുന്നു. നോക്കുമ്പം ഞങ്ങളയാളെ ദയനീയമായി വിളിച്ചു. ഈ 2 ദിവസം ആരും ഭക്ഷണമല്ല, ആരും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ മുഴുപട്ടിണി. പച്ചവെള്ളം മാത്രം പൈപ്പ് കൊണ്ട് വേണേൽ കുടിക്കാം. പക്ഷേ നിറയെ വെള്ളം കൊണ്ടുകൊണ്ട് കിടക്കാനും മേലെ. അങ്ങനെ ഒരാൾ കയറി വരും. ഞങ്ങളയാളെ ദയനീയമായി വിളിച്ചു. ഞങ്ങൾ ആദ്യം പറഞ്ഞൊക്കെ നിങ്ങൾ മേടിച്ച് തരിക, അല്ലെങ്കിൽ പുറത്തു പോയി അറിയിക്കുക. അല്ലെ ഞങ്ങൾ കേളുവേട്ടൻ നമ്പർ കൊടുത്തു. മറ്റേ CPMൻ്റെ കേളുവേട്ടൻ്റെ. ഇല്ലെങ്കിൽ കേരള കൗൺസിൽപ്പെട്ട ഒരു ഇസഡ് ചെറിയാനുണ്ട്, അയാളെ പോയി അറിയിക്കുക എന്ന് പറഞ്ഞു. അത് പറഞ്ഞു ഇങ്ങോട്ട് മിണ്ടരുതെന്നും പറഞ്ഞ് ഞങ്ങളെ വിട്ടിരിക്കുന്നത്. ഇത് പോലീസ് സ്റ്റേഷനാണ്. മെഡിക്കൽ കോളേജിന് വേണ്ടി പണിത പോലീസ് സ്റ്റേഷനാണ് അവിടെയാണ്. അപ്പോൾ സ്ഥലവും പിടികിട്ടി. ഇതിൻ്റെ ഉദ്ഘാടനം ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞാലുണ്ട്. കരുണാകരനാണ് ഉദ്ഘാടനം ചെയ്തത്. അതുവരെ ഞങ്ങളതിൻ്റെ പെയിൻറ്റിങ് പണിയിലാണ്. അവിടെ നിങ്ങോട്ട് മിണ്ടാൻ പാടില്ല എന്ന് കൽപ്പിച്ചുകൊണ്ട് ആണ് മിണ്ടിയല്ല എന്ന് പറഞ്ഞു. അപ്പം പേടി ഞങ്ങൾ മനസ്സിലായി. അപ്പോൾ ധീരനായ ശങ്കരൻകുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു, മാലിനെ പേടിക്കണ്ട, 2 ആഴ്ചയല്ലേ ഉള്ളൂ. പണ്ട് മൊറാർജി ദേശായി 1 മാസം നിരാഹാരം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മാസം പട്ടിണി കിടന്നാലും ചാവുമൊന്നുമില്ല, അവിടെ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ശങ്കരൻകുട്ടി എനിക്ക് ധൈര്യം തന്നു. ഇത്രയും ധൈര്യവാനായ ഒരു സോഷ്യലിസ്റ്റ് സമര നായകനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ദിവസങ്ങൾ ഞങ്ങൾ എണ്ണി നീക്കി. അങ്ങനെ ആഗസ്റ്റ് 9-ാം തീയതി ക്വിറ്റ് ഇന്ത്യ ആനന്ദം കഴിഞ്ഞു. ദിവസങ്ങളാണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു ആഗസ്റ്റ് മാസം 16-ാം തീയതി രാവിലെ ഞങ്ങൾ നോക്കുമ്പം DSP ലക്ഷ്മണയും ആ കെട്ടിടത്തിൻ്റെ കോൺട്രാക്ടറാണെന്ന് തോന്നുന്നു, അതുപോലെ ഒരാളും പിന്നീട് മനസ്സിലായ കോൺട്രാക്ടറാണെന്ന്, അയാളും ഒരു എഞ്ചിനീയറും കൂടെ ഈ കെട്ടിടം പരിശോധിക്കാനാണെന്ന് തോന്നുന്നു വരുന്നു. ഞങ്ങൾ ദയനീയമായി വിളിച്ചു. ഉടനെ ലക്ഷ്മണ മറ്റുള്ളവരെ കാണിക്കാനാണെന്ന് ചോദിച്ചു. നിങ്ങളെ കൊണ്ടുപോയില്ല എന്ന ഒരു വാക്കാണ് ചോദിക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ ഭാഗ്യത്തിന് 2 മണിക്കൂർ കഴിഞ്ഞപ്പം ഒരു പോലീസ് വണ്ടി വരുന്നു. ഞങ്ങൾ 2 ആളെയും റൂമിൽ നിന്ന് ഇറക്കി. അപ്പം ആഗസ്റ്റ് 16-ാം തീയതി 8 ദിവസം. അപ്പോൾ ഏതാണ്ട് തീരെ അവസരമായി. അപ്പോൾ അതിനിടയ്ക്ക് ഏതായാലും മരിക്കുമെന്ന് ഉറപ്പായി. അപ്പോൾ എൻ്റെ നിക്കറിൻ്റെ കീശയിലെ ഒരു 10 പൈസയുടെ നാണയം ഉണ്ടായി. ഞാൻ അവിടെ എഴുതി വെച്ചു, ഈ ലോക്കപ്പിൻ്റെ ഭിത്തികളിലൊക്കെ എബ്രഹാം മാനുവൽ ജനനം എന്ന് മാത്രം എഴുതി അതിൻ്റെ ഡേറ്റും മരണം ചോദിച്ചെന്ന് കേട്ടു. വെറും രസത്തിന് ചെയ്തു. അതിൻ്റെ ഗുണം പിന്നീട് കിട്ടിയാൽ പിന്നെ പറയാം. അങ്ങനെ അവിടുന്ന് ഞങ്ങളെ നേരെ കൊണ്ടുപോയി ഒരു പോലീസ് വണ്ടി കയറ്റി. അപ്പം പോലീസുകാർക്ക് സംഗതി മനസ്സിലായി. അപ്പോൾ അതിനിടയ്ക്ക് പോലീസുകാർ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ചായക്കടയിൽ കയറി ചായയും മറ്റും കഴിച്ചു പോലീസുകാർ. പക്ഷേ ഈ 8-10 ദിവസത്തെ പട്ടിണിയും ക്ഷീണവും കാരണം ഭക്ഷണം കഴിക്കാനായില്ല. അങ്ങനെ ഛർദ്ദിച്ചു. പോകുന്ന വഴിക്ക് ഒരു മീശക്കാരൻ പോലീസുകാരനാണ് ഡ്രൈവർ. അയാൾ പറഞ്ഞ വാചകം ജനാധിപത്യ വിശ്വാസികൾ ഇന്നും ചിന്തിക്കണം, ഞാനും ചിന്തിക്കുന്ന വാക്കാണ്. പോലീസിന് അധികാരം കിട്ടിയപ്പോൾ ജനാധിപത്യ രാജ്യത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ ഇവിടെ പട്ടാള ഭരണം വേണമെന്ന് പറയുന്നവരുണ്ട്.
പട്ടാള ഭരണമായിരുന്നെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന ആ ചോദ്യം എൻ്റെ മനസ്സിൽ എക്കാലത്തുണ്ട്. അന്ന് വൈകുന്നേരത്തിൽ കൂടി പോലീസ് ജീപ്പിൽ ഞങ്ങളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. അങ്ങനെ ജയിൽ കവാടങ്ങൾ തുറക്കപ്പെട്ടു. അവിടെ ജയിൽ അധികൃതർ ഞങ്ങളെ ദേഹപരിശോധന നടത്തി പേരും അഡ്രസ്സും എഴുതി കൊടുത്തു. അതിനു മുമ്പ് പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നിശ വാറണ്ട് തന്നിരുന്നു. ആ വാറണ്ടിൽ പറയുന്നത് അന്ന് തെയ്യുണ്ണി നായർ, KT നായരാണ് കലക്ടർ. KT തെയ്യുണ്ണി നായർ ഞാനിതിനാൽ കൽപ്പിക്കുന്നു, ഇവർ പുറത്തു നിൽക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അപകടമായതുകൊണ്ട് ഇവരെ കരുതണമെങ്കിൽ പ്രകാരം കണ്ണൂർ ജയിലിൽ അടയ്ക്കണം എന്നാണ് ഓർഡറിൻ്റെ ചുരുക്കം. ആ കോപ്പി പോലീസിനുണ്ട്. ജയിൽ അധികൃതർക്ക് കൊടുത്തു. അവർ ദേഹപരിശോധന നടത്തി. അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു. എൻ്റെ മേല് മുഴുവൻ പരിക്കുണ്ട്, ചോര പൊടിയുന്നുണ്ട്, എനിക്ക് തീരെ വയ്യ, അവിടെ ചികിത്സ വേണമെന്ന് പറഞ്ഞു. ഏതായാലും ശരി, അവിടെ നിന്ന് നേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 8-ാം നമ്പർ ബ്ലോക്കിലേക്ക് ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയി. അതിനകത്ത് ഡെറ്റിനു കയറ്റത്തണങ്കൽ D നമ്പർ 219 ആയി ശങ്കരൻകുട്ടിയും 220 ഞാനും അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു.